അതുപോലെ തന്നെ ഇത് എത്ര ഈ സെറ്റ്? ഇത് നമുക്ക് ഷവർമേൻ്റെ ഒരു 1 lakh 2 lakh സംതിങ് വരും. അതൊന്ന് കാണിക്കാം. എടുക്കാൻ പുരുഷനിപ്പം യുദ്ധമൊന്നുമില്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം അല്ല പ്രശ്നട്ടാ. അതെ, അതാ നോക്കൂ മുറ്റത്തൊരു മൈന. നമ്മൾ ഈ ഹോട്ട് വാട്ടർ ലൈനിൽ ഹീറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ സോളാർ ഉണ്ടാവും. ഈ ലൈനിൽ കിടക്കുന്ന തണുത്ത വെള്ളം പോയി കഴിഞ്ഞിട്ട് ആ ചൂടുവെള്ളം വരുള്ളൂ. നമ്മൾ അറിയാണ്ട് മിക്കവാറും വാഷ് ബേസിനൊക്കെ ഇത്ര റേറ്റ് ഉണ്ടെന്ന് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പിന്നാമ്പുറ കാഴ്ചകളുണ്ട്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫേർണിച്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നാളെ മുതൽ പ്ലംബിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകാനുണ്ട്. നമ്മൾ ഓൾറെഡി പ്ലംബിങ്ങിൻ്റെ സാധനങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി സെലക്ട് ചെയ്ത് ഒരു മാസം മുമ്പ് വെച്ചിരുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് പോയി ഒന്നും കൂടെ ഒന്ന് കണ്ടിട്ട് ഫൈനലൈസ് ചെയ്ത് കാശും കൊടുത്ത് സാധനം മേടിക്കണം. അത്രേ ഉള്ളൂ പരിപാടി. അടുത്ത ആഴ്ച ടൈലെല്ലാം ഇടുവാണ്. അടുത്ത ആഴ്ച ടൈലിടും. ഇങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം നമുക്ക് സാധനം എടുത്താലോ? ഞാൻ രാവിലെ ഇറങ്ങിയതാട്ടോ. എനിക്ക് രാവിലെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, ബാങ്കിൽ പോകേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പോയി ചെയ്ത് തളർന്ന് വന്നേക്കാണ്. ആ നേരം കൊണ്ട് ആശൻ റെഡി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. എനിക്കിനിപ്പോൾ ഒന്നുകൂടെ ഫ്രഷ് ആവണം, ഒന്ന് ചെറുതായിട്ടൊന്ന് കുളിക്കണം, റെഡി ആവണം, ഡ്രസ്സൊക്കെ മാറി. പിന്നെ പറയുന്ന ആള് രാവിലെ മുതൽ സുഖമായിട്ട് ഇറങ്ങി എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ്. ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. തരാ ഇതേ കണ്ടോ, ഭയങ്കര വെയിലാണ് പുറത്ത്. അപ്പോൾ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്ത് പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്നോട് യൂസ് ചെയ്യാൻ പോകുന്നത് ഡെർമാക്കോയുടെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വാ ജെല്ലാണ് കേട്ടോ. ഇതിൽ ശരിക്കും SPF 50 PA++++ അടങ്ങിയിട്ടുണ്ട്. അത് കൂടാതെ ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണ്, ഒട്ടും ഓയിലി ആയിട്ടിരിക്കില്ല, നല്ലൊരു ഗ്ലോയിങ് ലുക്ക് നമുക്ക് കിട്ടും. ഇതിൽ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, ഫ്രാഗ്രൻസ് ഫ്രീയും ആണ്. അതുപോലെ തന്നെ ക്വിക്ക് അബ്സോർബിംഗ് ഫോർമുലയാണ്. ബോഡ് സ്പെക്ട്രം UVA UVB ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷനും ഉണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ക്ലിനിക്കലി പ്രൂവണുമാണ്. നമ്മുടെ ഈ പ്രോഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കിലും പേർപ്പിളിലും ഒക്കെ അവൈലബിൾ ആണ്. അത് കൂടാതെ എൻ്റെ കൂപ്പൺ കോഡ് ALICE2025 യൂസ് ചെയ്യുന്നവർക്ക് വെബ്സൈറ്റിൽ നിന്ന് 20% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. നമ്മുടെ ഓരോ പർച്ചേസും നമ്മൾ ഓരോ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഡെർമാക്കോയ്ക്ക് ഇപ്പോൾ തന്നെ 20,000+ കുട്ടികളെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ഭൂമി ഫൗണ്ടേഷൻ വഴി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ പർച്ചേസും അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി പെട്ടെന്ന് റെഡി ആവണം. കൂടാതെ നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആവശ്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ. നല്ല ഭയങ്കര വെയിലുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകുന്ന പരിപാടിയെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ പോയി ഇനി റെഡി ആയിട്ടാണ്. അങ്ങനെ നമ്മളിതേ ഷോപ്പിലെത്തി. നമ്മുടെ കാക്കാനുള്ള വികാസ് സാനിറ്ററി സ്റ്റോഴ്സിലാട്ടോ വന്നേക്കുന്നത്. ഓൾറെഡി നമ്മളൊരു ചെറിയൊരു സെലക്ഷൻ കഴിഞ്ഞു, പക്ഷെ സെലക്ഷൻ ചെയ്തിട്ട് കുറച്ച് നാളായി. മറ്റന്നാൾ സാനിറ്ററി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഫൈനലായിട്ട് അങ്ങ് എടുക്കാൻ വേണ്ടി പോവാം. നല്ല വെയിൽ, നമുക്ക് അത് തരാം. ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച സാധനമായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് മാസങ്ങളായതുകൊണ്ട് എല്ലാം മറന്നുപോയി. ഒന്നും ഓർമ്മ കിട്ടുന്നില്ല അന്ന് എന്തൊക്കെ എടുത്താണ്. ഫിറ്റിംഗ്സ് എല്ലാം ഞങ്ങള് ബ്ലാക്ക് ബാക്കിയുള്ളതൊക്കെ. എന്നാലും ആ ബ്ലാക്കിന്റെ മോഡൽ ഏതായിരുന്നു ഓർമ്മയില്ല. ഒന്നും കൂടെ ഒന്ന് കാണാം. ഇഷാനിവിടെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സംസാരത്തിലാണ്. ഞാനിവിടെ ഇങ്ങനെ ഓരോന്ന് നോക്കി നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ വീടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നേക്കുന്ന ഒരു പ്രത്യേക ഒരു ഫീൽ. അത് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കുമായിരുന്നു. നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തുള്ള ഓരോ സാധനങ്ങൾ കാണുമ്പോഴും ഇതാണല്ലോ നമ്മൾ മേടിക്കണം എന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു പ്രത്യേകത ഒരു സന്തോഷം. ഞാനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓൾറെഡി സെലക്ട് ചെയ്തതെങ്കിൽ പോലും ഇപ്പോൾ ഓർമ്മയില്ലാത്തതുകൊണ്ട് ആദ്യമായിട്ട് വരുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഒന്നും കൂടെ എല്ലാം കാണാനും പെട്ടെന്ന് നോക്കാനും അവിടെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്ഷമ കെടുവാണ്. ബാക്കിയുള്ളത് കാണാനുള്ള ആകാംക്ഷ കൂടിയിട്ട്. എന്താ ഈ സൈഡിൽ നമ്മുടെ ടാപ്പിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെടുക്കുക മിക്കവാറും ഇതെടുക്കാനായിരിക്കും സാധ്യത. ഈ ഹോട്ട് വാട്ടറും നോർമൽ വാട്ടറും വരുന്നതിൻ്റെ ഇതിൽ പലതും എനിക്കിഷ്ടമായി. പക്ഷേ എല്ലാം ബ്ലാക്ക് ആയതുകൊണ്ട്
ബ്ലാക്കിലേക്കായിരിക്കും മിക്കവാറും പോകാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയറും ഭയങ്കര രസമുണ്ട് കാണാൻ. ഈ സൈഡിലൊക്കെ നന്നായിട്ട് ഓരോ എന്താ പറയുക ഓരോ മോഡൽസൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഗ്ലാസ് ഇല്ല അല്ലേ, ഞാൻ ഗ്ലാസ് ഒന്ന് വെച്ചിട്ടുള്ള എനിക്കൊന്നും. ഇതിൽ ശരിക്കും വെള്ളം വരുമോ? ഇല്ല, ശരിക്കും വെള്ളം വരത്തില്ല. ഓക്കെ, ശരിക്കും വെള്ളം വരില്ല. നമ്മളിതിന് മുന്നേ നോക്കാൻ പോയ സ്ഥലത്ത് അവിടെ ശരിക്കും ഒരു ഏരിയ ഉണ്ടായിരുന്നു ഇതുപോലെ ഷവറിൽ നിന്ന് വെള്ളം വരുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു. ഓണാവോ? ഓ, അത് ഓണാവും. എവിടെയാ അത്? ഇതാണ് ബാക്കി ഇത് 3 ഓൺ ചെയ്താൽ കുഴപ്പമില്ല. അപ്പുറത്തേക്ക് ഇത് ഓൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് 3 ഫ്ലോ വരുന്നതാണ് ഇതില്. അങ്ങനെ 3 ഫ്ലോ. പിന്നെ ഇതിലും അതുപോലെ തന്നെ. ഇതെത്ര ഈ സെറ്റ്? ഇത് നമുക്ക് ഈ ഷവറിന്റെ ഒരു 1 lakh 2 lakh സംതിങ് വരും. അതിന് തന്നെ അതൊന്ന് കാണിക്കാം. സോറി. ഇനി നമ്മൾ ഒരൈറ്റം കണ്ടു. ഇനി അടുത്ത മിസ്റ്റ് വരുന്നത് കാണാൻ പോവാണ്. ശരിക്കും അത് നല്ല രസമാണ് കേട്ടോ. എനിക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വീട്ടിലത്തെ കാശായിപ്പോയി. പൈപ്പിന് മാത്രം 2 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു. ഞാൻ ഷവർ നോക്കാൻ വേണ്ടിയിട്ട് പോയി. അല്ലമ്മേ, ഇത് കേടായ എന്ത് ചെയ്യും? കേടാവോ? ഇല്ലായിരിക്കും അല്ലേ? എയറും വാട്ടറും മിക്സാണ്. നമുക്ക് മഴയത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ തുള്ളിയും മേത്ത് ചെയ്യും. അപ്പോൾ സാധാരണ ഇതിലൊരു ഷവർ വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ വാട്ടർ മേത്ത് കൊള്ളുന്ന ഫീലായിരുന്നു. ഇതിനകത്തൊന്ന് കഴിക്കുന്നുണ്ട്. ഓരോ തുള്ളിയും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതേസമയം ഇറ്റ് നോട്ട് ഹാർഡ് ചെയ്യും. നമുക്ക് മേത്ത് വന്ന് വീഴുന്ന ഒരു ഹെവി ഫീലിംഗ് ഒരു കാലത്തും ആൻഡ്രോയിഡ് ഷവേഴ്സിന് വരത്തില്ല. ഇതിൻ്റെ വേറൊരു ഫീലാണ് നമ്മൾ പൗഡർ റെയിൻ എന്ന് പറയുന്നത്. പൗഡർ റെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇത്രയും വലിയൊരു റെയിൻ പാനലിലേക്ക് വരികയും ആ മസാജ് പ്രോ വരുന്ന 3 മോഡൽ വരുന്നതുകൊണ്ടാണ് അതൊരു പ്രീമിയം പ്രോഡക്റ്റ്. ഇത് പൗഡർ റെയിൻ്റെ നേരെ താഴെ പൾസിഫൈ എന്ന് പറയുന്ന റേഞ്ചാണ്. പൾസിഫൈ വരുമ്പോഴത്തേക്കും നമ്മൾ കണ്ട പൗഡർ റെയിൻ്റെ നേരെ അനിയനാണ്. അതിൻ്റെ അത്രയും ഫീൽ എത്തില്ല. അതുപോലെ തന്നെ അതിൻ്റെ അത്രയും പ്രൈസിങ്ങും വരത്തില്ല. പക്ഷെ ആ ഒരു സുഖം ഈ ഒരു സുഖത്തിൽ കിട്ടത്തില്ല. ഇതിലൊന്ന് കഴിച്ച് ഇത് രണ്ടും കൂടെ കാണിച്ചില്ല. ഇതിലൊന്ന് കുറച്ചുകൂടെ ഫൈൻ. അതിൻ്റെ നേരെ പകുതി ഇതിനകത്തുണ്ടാവും. ഇതിന് എത്ര റേറ്റ്? ഇത് വരുമ്പോഴത്തേക്കും പച്ചക്കറി റേറ്റ് പച്ച വരുമ്പോൾ നേരെ പകുതി വരുള്ളൂ. അപ്പോൾ ഈ സാധനം വരുമ്പോഴത്തേക്കും നമുക്ക് 2 to 3 lakhs റേഞ്ചിലേക്ക് ആ പ്രോഡക്റ്റും അതും ഫ്രീ ഫ്ലോ വരുന്ന സാധനമാണ്. അതിനകത്ത് സിംഗിൾ ഫ്ലോ ഉണ്ട്. നമ്മൾ ആ വൈറ്റ് കാണിച്ചിരിക്കുന്നത് സിംഗിൾ ഫ്ലോ. അതിന് നേരെ ചെറുതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രഷർ ഒന്നെങ്കിൽ നമ്മൾ മാസ്റ്ററിൽ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബൂസ്റ്റർ പമ്പ് നമ്മുടെ പോർട്ട്സീനിലും മുകളിൽ വെച്ച് സെറ്റ് ചെയ്യുകയോ ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ആ ഫീല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹാൻഡ് ഷവർ ഇങ്ങനെയുള്ള ഹാൻഡ് ഷവേഴ്സ് ഈ ഒരു ഹാൻഡ് ഷവറിലോട്ട് പോയാൽ ഹാൻഡ് ഷവർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ഫീല് കിട്ടും. പിന്നെ ഇതിപ്പോൾ 3 ഫ്ലോ ആണ്. ഇതിന്റെ സിംഗിൾ ഫ്ലോ ഹാൻഡ് ഷവേഴ്സ് ഉണ്ട്. ഇതും പൗഡർ മാത്രമുള്ളതിന് എത്രയാ? അത് തൊട്ടപ്പുറത്താണ്. ഇത് പൗഡർ ആണോ? ഇത് പൾസിഫൈ ആണ്. പക്ഷെ എന്നാലും നമുക്ക് നല്ല ഫീൽ ചെയ്യും. ഇതിന് നമുക്ക് അത്രയും വലിയൊരു പ്രശ്നത്തിന്റെ ആവശ്യം വരുന്നില്ല. ഇതിന് എത്രയാ? ഇത് പൗഡർ റേഞ്ചിന്റെ റേഞ്ച് വരുമ്പോഴത്തേക്കും 28,000 അടുത്ത് വരും. നമുക്ക് വരുമ്പോഴത്തേക്കും 10-12 ആ റേഞ്ചിലേക്ക്. ഇതിന്റെ ബ്ലാക്ക് ഉണ്ടോ? ബ്ലാക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ബ്ലാക്ക് ആണ് അല്ലേ? ഞാൻ റേറ്റ് എടുത്ത് തരാം, 40 തരാം. ഇതാണ് 50 സൈസ്. ഇത് എത്ര വരുന്നത്? ബ്ലാക്ക് അല്ല, ക്രോം വരുമ്പോഴത്തേക്കും നമുക്ക് 80 അടുത്ത് MRP ഉണ്ട്. ബ്ലാക്ക് വരുമ്പോഴത്തേക്കും റേറ്റ് ബ്ലാക്കിന്റെ റേറ്റ്. ഇത് ബ്ലാക്ക് അല്ലേ? ഇത് ബ്ലാക്ക്. ക്രോമിന്റെ റേറ്റ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ റേറ്റ് എത്ര? റേറ്റ് പറയാം. എന്താ വെച്ചാൽ ഈ നോസിൽസ് കണ്ടോ? ഓരോ നോസിൽസിലും നിങ്ങൾ ഒരു 5 ചെറിയ തുള്ളിയാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിലും എയറും വാട്ടറും മിക്സ് ചെയ്തിട്ടാണ് ഈ ഫീല് വരുന്നത്. നമ്മൾ ഈ ഹോട്ട് വാട്ടർ ലൈനിൽ ഹീറ്റർ ഉണ്ടാവും അല്ലെങ്കിൽ സോളാർ ഉണ്ടാവും. ഈ ലൈനിൽ കിടക്കുന്ന തണുത്ത വെള്ളം പോയി കഴിഞ്ഞിട്ട് ആ ചൂടുവെള്ളം വരുള്ളൂ. നമ്മൾ അറിയാണ്ട് മിക്കവാറും ഈ സാധനം തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് തണുത്ത വെള്ളം തീർന്ന് ചൂടുവെള്ളം അറിയില്ല, പെട്ടെന്ന് കൊള്ളം.
അത് കുട്ടികൾ അല്ലെങ്കിൽ പ്രായമുണ്ട്. അപ്പോൾ തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടേഴ്സ് വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് അത് കട്ട് ചെയ്ത് വെക്കാം. സാധാരണ അതിലിപ്പോൾ ഹോട്ട് ലൈൻ കൂൾ ലൈൻ വിട്ടുപോയി കട്ട് ഓഫ് ആയെങ്കിലും ഈ സാധനം ഓഫായി പോകും. ഓക്കെ. അപ്പോൾ ഇത് 38ലാണ് നിൽക്കുന്നത്. 38 വന്നിട്ട് നിൽപ്പുണ്ട്. ഈ സാധനം 38 വന്നു കഴിഞ്ഞാൽ ലോക്കാവും. അതായത് ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇത് പോകാം. അല്ല നല്ല അല്ലെങ്കിൽ സിൽവർ ആയിട്ടിരിക്കും. വൈറ്റിനകത്ത് ബ്ലാക്ക് ഒന്ന് കാണിക്കാൻ പോകുന്നത്. വൈറ്റിനകത്ത് അല്ല സിൽവർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഫിറ്റിംഗ്സ് എല്ലാം മാച്ച് ചെയ്യും. കാരണം നമ്മൾ ഈ വൈറ്റ് വെക്കുമ്പോൾ നമ്മുടെ ടാപ്പ് ഓൾറെഡി ബ്ലാക്ക് ആണ്. ഓക്കെ, അങ്ങനെ ഇത് കോർഡിനേറ്റഡ് ആയിട്ട്. ശരി ശരി. വാഷ് ബേസിനൊക്കെ ഇത്ര റേറ്റ് ഉണ്ടെന്ന് ആരും ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അടൂര് വീട് പണി നടന്ന സമയത്ത് ഇതൊന്നും അറിഞ്ഞില്ല. ആ അന്ന് ഇത്ര റേറ്റ് ഒന്നും ഇല്ലായിരുന്നു ഈ 3 വർഷം മുമ്പ്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞു. കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് തളർന്നു. ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ ഫ്ലാറ്റായി. ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഓടി നടന്നെല്ലാം നോക്കുമായിരുന്നു. ഇനിയും കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ മെയിൻ വാഷ് ബേസിൻ്റെ അടുത്ത മിററും വാഷ് ബേസിനൊക്കെ ഇനിയും സെലക്ട് ചെയ്യാൻ. ലക്ഷറി എന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിനെക്കാട്ടിലും കൂടുതൽ റേറ്റ് ആവും ചില കാര്യങ്ങളൊക്കെ ഇവിടെ കാണുമ്പോൾ. അത്രയ്ക്ക് നോക്കുമ്പോൾ ഒരു ഷവറിനൊക്കെ 2-3 ലക്ഷം രൂപയുടെ ഷവറും ടാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്ലാറ്റ് മേടിച്ചതിനെക്കാട്ടിലും പൈസ ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഫിറ്റിങ്സ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഹാർട്ട് അറ്റാക്ക് ആയിട്ടുള്ള ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് തിങ്കളാഴ്ച സെറ്റിൽ ചെയ്തെങ്കിൽ മാത്രമേ പ്ലംബിംഗ് തുടങ്ങത്തുള്ളൂ. മാത്രമേ പ്ലംബിംഗ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അതൊക്കെ സെറ്റിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് വൈകിട്ട് ചെയ്യാം. അപ്പോൾ ഇനി കൊണ്ട് ഇത് തിങ്കളാഴ്ച ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാൻ പോകുന്ന വീഡിയോ നമ്മൾ ടൈലെടുക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. ടൈലെടുക്കണം അല്ലേ? അത് ഓൾറെഡി ഇങ്ങനെ ഒരു സെലക്ഷൻ കഴിഞ്ഞ് നിൽപ്പുണ്ട്. പക്ഷേ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്ത് വേണം ഏത് വേണം എന്നുള്ളത്. ആദ്യം കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഓക്കെ, ശരി.